കരിവന്നൂർ മോഡൽ തട്ടിപ്പിൽ വിശദീകരണവുമായി മാള സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിനെതിരായി വന്ന ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് നിരുത്തരവാദപരമാണ്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് നഷ്ടമുണ്ടായത്. റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായി ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മാള സർവീസ് സഹകരണ ബാങ്കിൽ ലേല നടപടികളിൽ വന്നിട്ടുള്ള നഷ്ടത്തിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ഡയറക്ടർമാർക്ക് മറ്റുള്ള ഒരു സർചാർജ് ആയിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള ലെറ്ററാണ് വന്നത്. ആ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണുള്ളത്. അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടുന്ന് സ്റ്റേ മേടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭരണസമിതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്ന് 4 കോടി രൂപ ഈ ഭരണസമിതി നഷ്ടം വരുന്നു. അത് 4 കോടിയൊന്നുമില്ല, ആകെ 30,29,184. ഈ അടുത്ത ദിവസം 28-ാം തീയതി ഏകദേശം 6 കോടി രൂപ വരുന്ന സ്ഥലങ്ങളുടെ മുൻ പ്രസിഡന്റിന്റെ മകന്റെ ഉൾപ്പെടെയുള്ള ലേലങ്ങളുടെ നടപടിയാണ് നടക്കുന്നത്. ഇതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ഒരു ബാങ്കിലെ വായ്പാ കുടിശ്ശികക്കാരായിട്ടുള്ള ഒരു ലോബി പ്രവർത്തിച്ച് ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തൊക്കെയാണ് മാള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇതേപ്പറ്റി പറയുന്നത്? വേണു, വഴിയില്ലാത്ത വീടുകൾക്ക് വലിയ തുക വായ്പയായി നൽകിയും അതോടൊപ്പം തന്നെ ഈ ലോൺ അടയ്ക്കാത്തതിനെ തുടർന്ന് ലേലം ചെയ്ത ഭൂമിയുടെ തിരികെ പിടിക്കാനുള്ള തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്ത് നൽകിയുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ ബാങ്കിന് വലിയ നഷ്ടമുണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പ്രകാരം 10 കോടിയിലധികം രൂപ ഈ വിവിധ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കാനും ജോയിന്റ് രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിനിടെയാണ് ഇപ്പോൾ ഈ ബാങ്ക് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച വിശദീകരണം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടി അത് നിരുത്തരവാദിത്തപരമാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇതിനോടകം തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. തങ്ങളുടെ കാലത്തുള്ള ഭരണസമിതിയല്ല ഇത്തരത്തിൽ ഈ നഷ്ടം വരുത്തിയതും ഈ ക്രമക്കേട് നടത്തിയതും എന്നുള്ളതാണ് പ്രധാനമായും ഈ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ്. ആ കാലത്ത് നഷ്ടപ്പെട്ട 6 കോടിയോളം രൂപ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം അത് ബാങ്ക് നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രസിഡന്റിന്റെ മകന്റെ അടക്കമുള്ള ഭൂമികൾ ലേലം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. സ്വാഭാവികമായും അത് ഈ ലേലം തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ബാങ്ക് കരുതുന്നത് എന്ന് പറയുന്നു. എന്തായാലും തീർത്തും തങ്ങളുടെ കാലത്തല്ല ഈ അഴിമതി നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി കൈയൊഴിയുന്നു. പക്ഷെ അപ്പോഴും ബാങ്ക് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. 30 ലക്ഷം രൂപ അത് തങ്ങളുടെ കാലത്ത് നഷ്ടം വന്നതായി ഈ ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് ഈ നവകേരള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ചില ഇളവുകൾ നൽകിയിരുന്നു ഈ വായ്പയിൽ. അതോടൊപ്പം തന്നെ ഈ ഓണച്ചന്ത നടത്തിയ സമയത്ത് തങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ ചിലവാണ് എന്ന വിചിത്രവാദവും ബാങ്ക് പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സഹകരണ വകുപ്പിന്റെയും തീരുമാനം. വേണം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.